ഇപ്പോൾ ഇന്നത്തെ ചർച്ച ബജറ്റിനെ പറ്റിയുള്ള ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അല്പം കൊറോണ കാര്യങ്ങളോട് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പത്രത്തിൽ റിപ്പോർട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഏതൊക്കെ ദിവസങ്ങളിൽ ബുധനാഴ്ച വരെ ഇങ്ങനെ നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരു ലോക്ക്ഡൗൺ ഒന്ന് കടുപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ തുടങ്ങി 2 ദിവസമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ തന്നെ ഉണ്ടാക്കുന്നൊരു പോസിറ്റിവിറ്റി റേറ്റ് അത് 14.1 വർദ്ധിക്കുകയും മരണസംഖ്യ 200 കവിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ലോക്ക്ഡൗൺ ഇങ്ങനെ മുറുക്കുമ്പോൾ അതിനനുസരിച്ച് ഈ കൊറോണ ഭയന്ന് പോവുകയും അല്ലെങ്കിൽ ജനങ്ങളെ വിട്ടു പോവുകയും എന്നൊക്കെ പറയുന്നത് അസാധാരണമായ വങ്കത്തരമാണ് എന്നുള്ളതിനുള്ള തെളിവാണ്. ഇത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞെന്നിരിക്കും, പിന്നെ വീണ്ടും കൂടിയെന്നിരിക്കും. ഒന്ന് ഈ പറഞ്ഞില്ലേ, ഈ നടന്ന ടെസ്റ്റുകളുടെ അശാസ്ത്രീയതയും അതിൻ്റെ അസംബന്ധാത്മകതയാണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്യുകയാണ്. പിന്നെ അത് നമ്മുടെ ഈ പറഞ്ഞ രോഗനിർണയത്തിന് ആധാരം എന്നുള്ള തരത്തിൽ അതിനുവേണ്ടി കാണിക്കുന്ന അഭ്യാസങ്ങൾ, ഇതൊരു ബിസിനസ് കമ്മിറ്റ്മെൻറ്റാണ്. അതായത് ഈ ഒരുപാട് ടെസ്റ്റുകൾ വാരിക്കൂട്ടിയതിൻ്റെ പേരിലൊരു ബിസിനസ് കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ഭരണാധിപൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു സാമ്പത്തിക കരാറാണ്. ആ സാമ്പത്തിക കരാറിൽ നിന്ന് ഭരണാധിപന് പെട്ടെന്ന് പിന്മാറാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുക എന്ന് പറയുന്ന ഒരേർപ്പാട് ഒരു വ്യാപാരി എന്ന നിലയിൽ ഭരണാധിപൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ ഇന്നലെ ഉന്നയിച്ചതാണ്. ഒരു ധനകാര്യമന്ത്രി വരുമ്പോൾ ഈ ഒരു വ്യാപാരം, ഈ ധനകാര്യ വ്യാപാരം, ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ധനകാര്യ വ്യാപാരം, ഈ ഭയരോഗ വ്യാപാരം രോഗഭയ വ്യാപാരം, ഇതൊക്കെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നിലയ്ക്ക് ധനസ്ഥിതിക്ക് എന്തുമാത്രം വിദ്രോഹകരമാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു പരിശോധന ആവശ്യമായിട്ട് വരും. അത് മന്ത്രിസഭയിൽ ഉന്നയിക്കേണ്ടി വരും. ഉന്നയിച്ചിട്ട് അത് പരിശോധന വേണമെന്ന് പറയണം. അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരാളോട് ഞാനാണ് ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഖജനാവിനെ ബാധിക്കുന്നത്, എൻ്റെ ജനങ്ങളെ ബാധിക്കുന്നത്, ജനജീവിതത്തെ ബാധിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ സാധുത എന്താണ് എന്നുള്ളത്, അതിൻ്റെ എഫിക്കസി ഒന്നും പറയുന്നില്ല. പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു മര്യാദ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. മരണം ഇന്നലെ 200 കവിഞ്ഞെന്നും പറഞ്ഞ് വീണ്ടും തിട്ടപ്പെടുത്തുക. ഇത് ആരാണ് തിട്ടപ്പെടുത്തുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിട്ടപ്പെടുത്തുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു കോവിഡ് പ്രൊപ്പഗൻഡ നടക്കുന്നുണ്ട്. ആ കോവിഡ് പ്രൊപ്പഗൻഡയുടെ മുമ്പിൽ മുഖ്യമന്ത്രി തന്നെ മാരി മഹാമാരി എന്ന് പറഞ്ഞ് MG ശ്രീകുമാറിൻ്റെ പാട്ടും പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു താളമേളങ്ങളും ഈ വാദ്യഘോഷങ്ങളും വെറുതെ ആണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു വ്യക്തിപരമായ ഒരു ഇൻസിഡൻറ്റൂടെ പറഞ്ഞിട്ട് ഞാനത് പറയാം. അതായത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ജോലി ചെയ്യുന്ന കമ്പനിക്ക് അസിംറ്റമാറ്റിക് ആണെങ്കിൽ പോലും ഇദ്ദേഹം ഈ നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു സർട്ടിഫിക്കറ്റ്, ഈ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റിയെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് താല്പര്യപ്പെട്ടു. അതനുസരിച്ച് അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി അത് ദിവസം ഒരു 20 സർട്ടിഫിക്കറ്റ് എഴുതും. ആദ്യത്തെ 10 പോസിറ്റീവായിട്ടും രണ്ടാമത് വരുന്ന 10 നെഗറ്റീവായിട്ടും എഴുതുന്നതാണ് അവിടെ ഇരിക്കുന്നവർ പറയുന്നത്. അപ്പോൾ എന്തായാലും പോസിറ്റീവ് ഒന്ന് എഴുതി കൊടുത്തു. പോസിറ്റീവ് ഒന്ന് എഴുതി കൊടുത്ത ഉടനെ തന്നെ അത് അവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലേ. അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി 21 ദിവസത്തെ വ്രതമായിട്ട് എടുക്കണം. തമിഴ്നാട്ടിലാണ് അതിൻ്റെ ഓഫീസ്. 21 ദിവസത്തെ വ്രതം എടുക്കണം, ഭക്തിയോടെയൊക്കെ കഴിയണമെന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് 1000 സമ്പന്നമായതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി, അതുവരെ പൂർണ്ണ വിശ്രമം എടുക്കാനൊക്കെ വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഇതേ ഹോസ്പിറ്റലിൽ പോയി അവൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് അത് നെഗറ്റീവാണ്, പേഷ്യൻ്റ് നെഗറ്റീവാണെന്ന് പറഞ്ഞു. ശരി, നെഗറ്റീവാണെന്ന് സംബന്ധിച്ച് അപ്പോൾ ഞാനെന്തായാലും പറഞ്ഞൊരു കാര്യം ചെയ്യും,
ഇത്രയായ സ്ഥിതിക്ക് ഈ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്ക്, ഈ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിന് ഒരു ചെറിയൊരു പനി, ഒരു 101 102 ഇടയ്ക്ക് ഒരു പനി വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ നമുക്ക് ഒരു ഫാമിലി ഡോക്ടറുണ്ട്, എൻ്റെ തന്നെ ഒരു സിസ്റ്ററാണ്. അപ്പോൾ മരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നുള്ള അഡ്വൈസ് തരുമായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് റെസ്പിറേറ്ററി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അസിത്രോമൈസിൻ വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഒരു 500ൻ്റെ ഒരു കോഴ്സ് 5 വാങ്ങിച്ച് കഴിച്ചാൽ മിക്കവാറും അത് കൺട്രോൾ ആവും. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞതനുസരിച്ച് ഈ പേഷ്യൻ്റ് എടുത്തത് നീ ഇത് വാങ്ങിച്ച് കഴിക്കാൻ പറഞ്ഞു. അവൾ വാങ്ങിച്ച് കഴിച്ച് അവളൊരു കോഴ്സ് കഴിഞ്ഞ് അവൾക്ക് യാതൊരു തകരാറും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇതും കൊണ്ട് ഇവിടുത്തെ ഈ പാവങ്ങളുടെ അത്താണി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് NS ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. വളരെ കാലം അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ കോവിഡ് വന്നതിന് ശേഷം NS ഹോസ്പിറ്റലിന് എന്തൊക്കെ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ അതൊരു പ്രൊപ്പഗൻഡ ആർട്ടിസ്റ്റായിട്ട് മാറിയിരിക്കും. വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഒരു സ്ഥാപനമാകുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ സർവത്ര മഹാമാരിയാണെന്ന് പറയുമ്പോഴത്തേക്ക് NS കാർക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടായിരിക്കും. അവിടെ ഇതൊരു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് എക്സ്റേ ഒക്കെ എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് ന്യൂമോണിയയുടെ തുടക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒരു ന്യൂമോണിയ ഒന്നുമില്ല, നീ നിൻ്റെ പണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെയില്ല, അതിപ്പോൾ എൻ്റെ ഓഫീസിനെ എനിക്ക് കൺവിൻസ് ചെയ്യിക്കണ്ടേ, ഇപ്പോൾ ഡോക്ടർ എന്നാ പറയുമ്പോൾ ഒന്നും ചെയ്യാൻ നോക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് ആയുർവേദ ആശുപത്രി കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. ആയുർവേദ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് 2 ഡോക്ടർമാരുണ്ട്. അവർ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ഇത് നിറച്ചും ഇൻഫെക്ഷനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ ഒരു സീനിയർ ഡോക്ടർ, അവർ തമിഴ്നാട്ടുകാരിയാണ്, ഇവിടുത്തെ കൊല്ലത്തെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി, ഇത് സാക്ഷി ചെയ്ത ആളുടെ അവിടെ ഹാജരാക്കത്തില്ല. അപ്പോൾ അവർ വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് എൻ്റെ കടവിളിയെന്നും പറഞ്ഞ് 2 വിളിയും വിളിച്ചിട്ട് അവരങ്ങ് പോയി. അപ്പോൾ ഈ പേഷ്യൻ്റ് സ്വാഭാവികമായിട്ടും ഭയപ്പെടേണ്ടതാണ്. പിന്നെ അങ്ങനെ അല്ലാത്ത രീതിയിൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരുടനെ തന്നെ ഓക്സിജൻ ബെഡ്, വെൻറ്റിലേറ്റർ എല്ലാം ഉള്ള ആശുപത്രിയൊക്കെ ഏർപ്പാട് ചെയ്ത്. എന്നിട്ട് ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് ഞാൻ ആര്യ രാജേന്ദ്രൻ്റെ അടുത്ത് സഖാവ് ആര്യടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. നമ്മൾ കൊല്ലത്തുകാരാണെങ്കിലും അവിടെ ഒരു ഇത് ശ്മശാനം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിനക്ക് ഏതാണ്, വിറകാണോ ഇഷ്ടം അതോ ഇലക്ട്രിക്കാണോ എന്നുള്ള പറഞ്ഞാൽ മതി, അതിനുള്ള എല്ലാ ഏർപ്പാടും ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് തമാശയ്ക്കാണ് വിളിച്ച് പറഞ്ഞെങ്കിൽ പറഞ്ഞ ആളൊരു ഹ്യൂമറസ് ആയിട്ടുള്ള ആളാണ്. പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതാണെന്ന് അറിയാവുന്ന ഒരാളാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത് ഇത്രയും ആയപ്പോഴത്തേക്ക് ഈ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കക്ഷിയുടെ ഫ്രണ്ട്സ് ആകെപ്പാടെ അങ്ങ് അപ്സെറ്റ് ആവുകയാണ്. അപ്സെറ്റായിട്ട് എന്തൊക്കെ വലുത് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവസാനം ഈ പേഷ്യൻ്റ് തന്നെ എന്തായാലും അവിടെ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനുണ്ട്. ഇതിനകത്ത് നെഗറ്റീവ് എന്നുള്ള റിപ്പോർട്ട് വരികയും ചെയ്തു. അപ്പോൾ ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണം. റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബെൻസികളിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു. ഒരു നല്ലൊരു ഡോക്ടറാണ്, ഒരു യങ് ഡോക്ടറാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് കാണിച്ച് എക്സ്റേ കാണിച്ചിട്ട് എഴുതിച്ച് എന്ത് പ്രശ്നം എന്താ, അല്ല എക്സ്റേ വിശേഷിച്ചൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു ഇത് ഇപ്പോൾ ഈ കോവിഡ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വരുന്നുണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കുമല്ലോ ഇടതം കളയുകയായിരുന്നു. ഇതിനകത്ത് എന്താ അല്ല ഇവിടെ ഇത്രയും വെളുത്ത് കാണുന്നില്ല ഇൻഫെക്ഷനാണെന്ന് ആയുർവേദ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു. ആ ഇൻഫെക്ഷൻ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നോക്കിയിട്ട് പറഞ്ഞിട്ട് ഞാൻ പഠിച്ച മെഡിക്കൽ സയൻസ് അനുസരിച്ച് അത് ഹൃദയമാണ്, ഹാർട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഇനി മെഡിക്കൽ കോളേജ് തന്നെയാണോ പഠിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ പഴയ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് പരിശോധിക്കാം, എന്താണ് ഇങ്ങനെ സംഭവിക്കുകയെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ കുറേ കാലമായിട്ട് എക്സ്റേ റീഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പഠിച്ചിട്ട് ഇതിന് യാതൊരു തകരാറുമില്ല. വേണമെങ്കിൽ ഒരു CT സ്കാൻ കൂടെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പോയി ഒരു CT സ്കാനും എടുത്തു. CT സ്കാനും കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് യാതൊരു തകരാറും ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ NSലിരിക്കുന്ന പ്രിലിമിനറി ആയിട്ട് ഇത് ന്യൂമോണിയയുടെ തുടക്കമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഈ ഡോക്ടറുണ്ടല്ലോ, അത് അറിയാൻ വയ്യായതുകൊണ്ട് പറഞ്ഞതാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്.
കരിച്ചു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പൾമണോളജിസ്റ്റിനെ കാണുമ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല, പക്ഷേ കുറേ മരുന്ന് തരാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആയുർവേദ ആശുപത്രി വരുമ്പോഴത്തേക്ക് ഒരു ചെയിൻ ഓഫ് പ്രൊപ്പഗൻഡയാണ് ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നും ഇല്ലാത്തിടത്ത് നമ്മൾ കോവിഡ് പറഞ്ഞുണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസാനം വന്നേക്ക് വെൻസുകളിൽ ഡോക്ടറെ കണ്ടിട്ട് അങ്ങേരെ ഈ പറഞ്ഞ പോലെ ഈ ഉള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ഡയറക്റ്റ് ആയിട്ട് ആളെ ചൂഷണം ചെയ്യണമെന്ന് താല്പര്യമില്ലാത്ത ഒരു നല്ല ഒരു വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ ആയതുകൊണ്ട് അയാൾ കാര്യങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി ജോലി ചെയ്യാൻ പറഞ്ഞു, ചുമ്മാ ഇതും കൊണ്ട് നടക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇതൊരു ഒന്നും ഇല്ലാത്തതിനെ ഈ തരത്തിൽ പെരുപ്പിച്ചാണ് ഇതിപ്പോൾ പറഞ്ഞില്ല. ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാർ ഇത് റീഡ് ചെയ്ത് ശരിയായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് ആയുർവേദ ഡോക്ടർമാരായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് എക്സ്റേ റീഡ് ചെയ്യാൻ കഴിയുന്നുള്ള ഒരുപാട് ആയുർവേദ ഡോക്ടർമാരുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, കൊല്ലം ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സീനിയറായിട്ടുള്ള ഡോക്ടർമാർക്ക് ഒരു എക്സ്റേ റീഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് അതിശയോക്തിപരമാണ്. ഇതൊരു കൺസേർട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ കോവിഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരെല്ലാം കോവിഡ് രോഗികളാക്കി മാറ്റുന്ന, കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഈ കേരളത്തിൻ്റെ ഭരണാധികാരി ഓരോ ദിവസവും നിങ്ങളിങ്ങനെ ഈ അസംബന്ധം കാണിക്കരുത്, വീട്ടിന് മുമ്പിൽ വന്നിരുന്ന് വിസർജിക്കരുത് എന്നൊരാളുടെ അടുത്ത് പറഞ്ഞാൽ ഞാനത് തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ദിവസവും അങ്ങനെ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധനകാര്യ പ്രശ്നമാണിത്. ധനകാര്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പൊതുജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളതിനെ പറ്റി നമ്മൾ കൺവിൻസ്ഡ് അല്ലാത്തിടത്തോളം കാലം. ഇന്നലെ പോസിറ്റിവിറ്റി റേറ്റ് 14.1 പിന്നെ ഇത്ര 27,000 പേര്, 17,000 പേര് അങ്ങോട്ട് മരിച്ചു. അതിനേക്കാളും ഒരു 6,000-7,000 പേര് രോഗമുക്തരായി. ഇതാണ് കണക്ക്. ഈ ഫലിതം എല്ലാ ദിവസവും ഇങ്ങനെ എഴുതി വിടേണ്ട കാര്യമില്ല. എന്നിട്ട് ഇപ്പോൾ പോസിറ്റിവിറ്റി റേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും മൊത്തം എത്ര പേര് ടെസ്റ്റിന് വിധേയരാക്കിയാൽ 1,00,000 കണക്കുണ്ട്. ആ 1,00,000 കണക്ക് പല ഇതിലും പത്രങ്ങളിലും കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീണ്ടും നമ്മൾ നമ്മുടെ ധനകാര്യ വ്യവസ്ഥയെ കുളം കോരുന്ന തരത്തിൽ ഭരണാധിപന്മാർ പലരുമായിട്ട് പല കാര്യങ്ങളിലും, അതിപ്പോൾ മാസ്കിൻ്റെ കാര്യത്തിലായാലും, മാസ്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും, ഇതിൻ്റെ കാര്യത്തിലായാലും പല ബിസിനസ് ഡീൽസ് ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ബിസിനസ് ഡീൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കമ്പനി പറഞ്ഞില്ല, ഇപ്പോൾ ICMR വിദേശ കമ്പനികളുമായിട്ട് നടന്ന കേസിൽ ICMR കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് കോടികളുടെ ബിസിനസ്സാണ്. ആ കോടികളുടെ ബിസിനസ്സിലൊരു പാർട്ടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യ ഭരണാധികാരി എന്നുള്ളത്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ഇദ്ദേഹം ഇത്ര നിർബന്ധത്തോടെ വാശിയോടെ ഇതിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ജനജീവിതമോ സ്റ്റേറ്റിൻ്റെ താല്പര്യമോ ഇതൊന്നുമല്ല പ്രധാനം, എനിക്ക് എൻ്റെ ബിസിനസ് താല്പര്യമാണ് എന്ന് കരുതുന്ന ഒരാൾ ഭരണസാരഥ്യത്തിൽ ഇരിക്കുമ്പോൾ ഒരു ധനകാര്യമന്ത്രി ഒരു പുതുമുഖത്തിന് എത്രത്തോളം അയാളുമായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ച് ഇന്നത്തെ CPM ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ എത്രത്തോളം എൻ്റേത് എന്ന് പറയുന്ന സംശയങ്ങൾ പോലും ഉന്നയിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് നമ്മുടെ ധനകാര്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ധനകാര്യമന്ത്രിക്ക് എന്നിട്ട് ഇതിങ്ങനെ ചെയ്യുന്നത് ഇത് ആളുകൾ കൺവിൻസ്ഡ് ആവണം, ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന കൺവിൻസ്ഡ് ആകണം. അല്ലാതിരുന്നാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ ഉള്ള ഒരു തൻ്റെ ഇടം ധനകാര്യമന്ത്രിക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് പറയാനും അത് പറഞ്ഞ് കൊണ്ട് എന്തെങ്കിലും തരത്തിൽ തിരുത്താനും, അല്ലെങ്കിൽ അതല്ല നമുക്കത് പരിശോധിക്കാം എന്ന് പറയിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അഡമൻ്റായിട്ട് ഇപ്പോൾ പറഞ്ഞ പലതരം ഡീലുകളുമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തും ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ആഴക്കടലിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്ന ഡീലുകളുണ്ട്. ആ ഡീലുകൾ ഇതൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പോലും ആ ഡീലുകളിൽ നിന്ന് വലിയ സാമ്പത്തിക ലാഭം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ ഇവിടെ എല്ലാം മഹാമാരിയാണെന്ന് ഇത് ഞാൻ പറഞ്ഞത് വളരെ വസ്തുനിഷ്ഠമായ ഒരു എക്സാമ്പിളാണ്. ഇതിൻ്റെ എവിഡൻസ് വേണമെങ്കിൽ കൊടുക്കാനും അത് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നാണ് ഞാൻ പറഞ്ഞത്. കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല.
മറിച്ച് നമ്മൾ ഭരിക്കുന്ന ആളുടെ ഒരു താല്പര്യമാണ് എല്ലാവർക്കും ഈ മഹാമാരി ഉണ്ടാകണമെന്നുള്ളത്. അപ്പോൾ അവിടെ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ അങ്ങനെ ഒരു പ്രചരണം നടത്തി എല്ലായിടും മഹാമാരിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ 1-2 മെഡിക്കൽ ഓഫീസേഴ്സിനെതിരെ കൊണ്ട് പരാതി കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. കൊടുത്താലും അവർ ആരും ചെയ്യില്ല, കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന ഇതാണ്, നമ്മളിപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു സാമ്പത്തിക അധിനിവേശത്തിൻ്റെ ഒരു തുടക്കം ഞാൻ പറഞ്ഞു. 1995 ആകുമ്പോഴത്തേക്ക് ഒരു സാമ്പത്തിക അധിനിവേശത്തിൻ്റെ തുടക്കമാകുന്നുണ്ട്. അതുകൊണ്ടാണ് 1994 സൂററ്റിൽ ഡോക്ടർമാർക്ക് പറഞ്ഞതുപോലെ WHO നിങ്ങൾ പോയി നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആ ഒരു നിലപാടുണ്ട്. ആ നിലപാട് പിന്നീട് വരുന്ന ഒരു ഈ നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തെ ഡോക്ടർമാർക്ക് എടുക്കാൻ പറ്റാത്ത തരത്തിൽ WHO മറ്റുള്ള ICMRൽ വരുന്ന ഡോക്ടർമാരും ഒക്കെ WHO പ്രതിനിധികളായിട്ടുള്ളവരും IMA പോലെയുള്ള അസോസിയേഷൻസും ഒക്കെ ഈ രംഗത്തങ്ങ് ഡോമിനേറ്റ് ചെയ്യുകയാണ്. ഡോമിനേറ്റ് ചെയ്യുന്നത് അതൊരു ധനകാര്യ അധിനിവേശമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബിസിനസ്. അതൊരു ബിസിനസ്സായിട്ട് മാറുകയാണ്. മറ്റത് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നമ്മൾ പേടിക്കേണ്ട ഒന്നാണ് ബിബോണിക് പ്ലേഗ്. നിങ്ങളുടെ നാട്ടിലെ ബിബോണിക് പ്ലേഗ് ആണ് എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് WHO എന്ന ആൾ വന്നിട്ട് പോലും അവർ സ്റ്റേണായിട്ട് നിന്നു. നിങ്ങളതിൻ്റെ ബാക്ടീരിയ കാണിച്ചതാ, ഞങ്ങൾ അംഗീകരിക്കാൻ തരാം, നമുക്ക് അനുസരിച്ച് ഒന്നിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ അതിനേക്കാളും എത്രയോ ബലഹീനമായ ഒരു രോഗമാണ് ഈ പറയുന്നത് ഈ സോക്കാൾഡ് കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഈ തരത്തിൽ അങ്ങനെ ഒരു വലിയൊരു മഹാവ്യാപ്തിയുള്ള ഒരു മഹാമാരിയായിട്ട് തീർക്കും. ഇപ്പോൾ തന്നെ ഇനി ഈ ഇത് വരാൻ പോവുകയാണ്, 3rd വേവ് വരാൻ പോവുകയാണ്. വരുന്നെങ്കിൽ വരട്ടെ, വരാണെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രതിരോധ തന്ത്രങ്ങളനുസരിച്ച് നമ്മൾ നേരിടും. ഇപ്പോൾ വാക്സിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ പ്രതിവിധികൾ നമ്മൾ കണ്ടെത്തും. അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മുടെ ഖജനാവിനെ ചോർത്തുന്ന ഇത്തരം ഏർപ്പാടുകളും അതിലൂടെ വ്യക്തിപരമായി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കോടീശ്വരന്മാരാകാനുള്ള ശ്രമങ്ങളും, അല്ലെങ്കിൽ ഏതെങ്കിലും ബിനാമിയിൽ പണം നിക്ഷേപിച്ചിട്ടായിരിക്കും, ഒരു ബിനാമി ബിസിനസ്സായിരിക്കും. ഇതിനൊക്കെ ഒരു ബിസിനസ്, ഒരു മഹാരോഗം വന്ന് ആളുകളെ മുഴുവനും കൂട്ടിലടച്ചിട്ട് എന്നിട്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ ഈ പറഞ്ഞില്ലേ, അതിന് യാതൊരു അർത്ഥമില്ലെന്നാണ് ഇന്ന് ഇപ്പോൾ തെളിഞ്ഞത്. അപ്പോൾ ഞാൻ ലോക്ക്ഡൗൺ കൊണ്ടുവരും എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഭരണാധികാരി എന്ന് പറയുന്നത്, അത് കേരളം ഇതിനെങ്ങനെ സഹിക്കുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും തീർച്ചയായിട്ടും മനസ്സിലാകുന്നില്ല. അതൊന്നത്തെ കാര്യം. പിന്നെ രണ്ടാമത് ഞാൻ ഇതിൻ്റെ ഫിനാൻസിൻ്റെ പ്രശ്നത്തിലേക്ക് തന്നെ വരുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് 95-96 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കൊണ്ടുവരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സംഘടനകളെ ദുർബലമാക്കിയിട്ട് അതിന് സമാന്തരമായിട്ട് മറ്റ് സംഘടനകൾ ഉണ്ടാകുകയും ആ സംഘടനകളുടെ നിയന്ത്രണം ഇപ്പോൾ ഈ തരത്തിൽ ഫണ്ടഡ് ആയിട്ടുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിന് ആയിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം നിർവഹിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം അതേപോലെ അവർക്ക് സാധ്യമാക്കാൻ പറ്റിയില്ല. പിന്നീട് പക്ഷേ അതിൻ്റെ വേറെ രൂപങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. കാര്യം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് CDS എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി, അതിന് താഴെ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ ADS എന്ന് പറഞ്ഞൊരു സൊസൈറ്റി, അതിന് താഴെ ഈ നെയ്ബർഹുഡ് ഗ്രൂപ്പ് NHGs. അപ്പോൾ NHGs എലക്ട് ചെയ്തപ്പെട്ട ADSൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, ADSൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് കഴിഞ്ഞാൽ CDSൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, ആൻഡ് ദേ വുഡ് ഡിസൈഡ് എന്നുള്ള തരത്തിൽ ഇങ്ങനൊരു സ്ട്രക്ചർ നമ്മളിവിടെ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോഴും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പഞ്ചായത്തിനെ മറികടന്നുകൊണ്ടൊരു അധികാരപ്രയോഗം നടത്തണമെന്നായിരുന്നു. അതിനുവേണ്ടിയാണ് പഴയ PDS പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് PDS ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ CDSും ADSും ഇതുമൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. പഞ്ചായത്തിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ ഇലക്ടഡ് ഗവൺമെൻറ് ബോഡിയെ മറികടന്നുകൊണ്ട് പോകണം എന്ന് പറയുന്ന ഒരു ആ തരത്തിൽ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്ന, നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ മൈക്രോ ഫൈനാൻസിൻ്റെ പ്രശ്നം തന്നെ വരുന്നു, എത്ര പേർക്ക് പണം കൊടുക്കണം എന്നുള്ളതിനെ നിശ്ചയിക്കുന്ന ഒരു ബോഡി എന്ന് പറയുമ്പോൾ NHG മുതൽ ഇങ്ങനെ CDS വരെ അത് പോകും. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് ഉണ്ടാക്കിയ ഇതിൻ്റെ പേരാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. കുടുംബശ്രീ എന്ന് പറയുന്നത്
ഈ നേരത്തെ പറഞ്ഞ PDSൻ്റെ പുതിയ രൂപമാണ്, പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ പുതിയ രൂപമാണ്. അതിൻ്റെ ഘടകങ്ങളായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ CDSഉം ഈ ADSഉം ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ എന്ന് പറയുന്നത് പൊതുവായിട്ട് പറയുന്നൊരു പേര് മാത്രമാണ്. അതിൻ്റെ 3 ഘടകങ്ങളെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ദാറ്റ് ഈസ് എ ഹയസ്റ്റ് ബോഡി, അതായത് അപ്പർ സ്ട്രക്ചർ, അവിടെ നിന്നാണ് തീരുമാനങ്ങൾ ഫൈനലായിട്ട് വരുന്നത്. ഏറ്റവും പോർ അവിടെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അത് കഴിഞ്ഞിട്ട് താഴെ നെയ്ബർഹുഡ് ഗ്രൂപ്പ്. ഈ ഒരു സ്ട്രക്ചർ ഇവരിവിടെ ഉണ്ടാക്കി കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കേരളത്തിലത് പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഇവരുടെ ഇടപെടൽ, അതായത് ഈ പഞ്ചായത്ത് ഇലക്റ്റഡ് പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി മറികടന്നുകൊണ്ട് ഇടപെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് ഈ തരത്തിൽ ഒരു നോൺ പൊളിറ്റിക്കലായിട്ട് ഉള്ള ഒരു ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സ്പേസിൻ്റെ ഒരു രൂപീകരണം അസാധ്യമായ ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞതുപോലെ ഇതും പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടു. ഇത് CDS ഉൾപ്പെടെയുള്ളത് തിരിച്ച് പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. അവിടെയും വേറെ താല്പര്യങ്ങളുണ്ടായി ഉപഭോക്താക്കൾ തന്നെ. ഇപ്പോൾ അതിൽ തന്നെ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലോ പോവർട്ടി ലൈനിലുള്ള, അതായത് AB ഇപ്പോൾ 1988 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 10 വർഷത്തിനുള്ളിൽ പോവർട്ടി അലീവിയേഷൻ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 10 വർഷം കൊണ്ട് കേരളത്തിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളൊരു പ്രോജക്റ്റ് വെച്ചിട്ട് നബാർഡിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ടോടുകൂടി ഈവൻ USAIDയുടെ ഫണ്ടിങ് പോലും ഇതിനകത്തുണ്ട്. പല സോഴ്സസ് ഒന്നും അവർക്ക് ഫണ്ടിങ് വരുന്നുണ്ട് ഈ പറയുന്ന സംഭവത്തിന്. അതായത് പഞ്ചായത്ത് ഗവേണിംഗ് ബോഡിക്കല്ല, ഈ ഫണ്ടിങ് എല്ലാം വരുന്നത് ഇവർക്കാണ്. ഇപ്പോൾ CDS, ADS, ഈ നെയ്ബർഹുഡ് ഗ്രൂപ്പ്, പിന്നെ ഈ മൈക്രോ ഫൈനാൻസ് ഏർപ്പാട്, ഇത് വരുന്ന ഈ ഒരു ധാരയിലേക്ക് ഒരുപാട് ഫണ്ടിങ് വരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് വരുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് വരുന്നുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുള്ള ഫണ്ടിങ് വരുന്നുണ്ട്. അതുകൂടാതെ USAIDയുടെ ഫണ്ടിങ് വരുന്നുണ്ട്. USAIDയുടെ ഫണ്ടിങ് വന്നപ്പോഴാണ്, USAIDൻ്റെ ഫണ്ടിങ് വന്നപ്പോഴാണ് ഈ ഇദ്ദേഹം MM ഹസൻ ജനശ്രീ എന്ന് പറഞ്ഞ കുടുംബശ്രീക്ക് ബദലായിട്ട് ജനശ്രീ എന്ന് പറഞ്ഞൊരു ബദലുമായിട്ട് വന്നിട്ട് ആ പണം നമുക്ക് കൂടെ വേണം എന്ന് പറഞ്ഞു തുടങ്ങിയത്. അത് യൂസ് ഫണ്ടിങ് ആയിരുന്നു. അതിലൊരു പ്രത്യേക ആവേശം കോൺഗ്രസ്സുകാർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. എന്ത് അസംബന്ധമാണെന്ന് നോക്കുക. അപ്പോൾ ഇത് പറഞ്ഞില്ലേ, അതിൽ വിദേശ ഫണ്ടിങ് ഉണ്ട്, വിദേശ ഫൗണ്ടേഷൻസിൻ്റെ ഫണ്ടിങ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് മൈക്രോ ഫൈനാൻസിങ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം കൂടിയാണ്. ഇത്രയും വരുമ്പോൾ നമ്മളൊരു എക്കോണമിയുടെ സെറ്റപ്പിന് ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത്രയും രൂപയുടെ കടക്കാരായി, നമ്മൾ ഇത്രയും ഫ്ലൈ ഓവർ ഉണ്ടാക്കി, ഇത്രയും ഇതുണ്ടാക്കി, ഇത്രയും ഹൈടെക് സ്കൂളുകൾ ഉണ്ടാക്കി എന്നൊക്കെ പറയും. ഇതൊക്കെ പറയട്ടെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്, ഇത് നടക്കുമ്പോൾ തന്നെ ഇതിന് സമാന്തരമായിട്ട് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നതിനെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഈ പ്ലാൻ ഫണ്ടിൻ്റെ ഒരു വലിയ ശതമാനം ലോക്കൽ ഗവൺമെൻറ്റിന് കൊടുക്കണം, സെൽഫ് ഗവൺമെൻറ് കൊടുക്കണം എന്നുള്ള ഫണ്ട് എന്തുകൊണ്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ CDSന് കൊടുക്കാൻ പറ്റാതായിപ്പോയി. CDSൻ്റെയും ADSൻ്റെയും ഒക്കെ ഒരു കസ്റ്റഡിയിൽ അത് ആകണം. ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ അവർ കൺസീവ് ചെയ്ത് അങ്ങനെയായിരുന്നു. പ്ലാൻ ഫണ്ടിൻ്റെ 40% അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, കേരളത്തിൻ്റെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഫണ്ടിൽ നിന്ന്, പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇത്ര ശതമാനം നമ്മൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി ആണോ അതോ ഈ CDS ആണോ എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ തരത്തിലൊരു തീരുമാനം എടുക്കുന്നത്. തീരുമാനം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫണ്ട് അങ്ങ് പഞ്ചായത്ത് ഗവേണിംഗ് ബോഡിക്ക് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി ഇവിടുത്തത്. കാര്യം ഇതൊരു ഗവൺമെൻറ്റൽ ആ ഒരു സിറ്റുവേഷനായിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റൽ ആ ഒരു സ്ട്രക്ചർ എന്നതിനെ ഡീലിംഗ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഈ പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി സോ പവർഫുൾ. അതുകൊണ്ട് ഈ ഡൈവേർട്ട് ചെയ്യുന്ന ഈ ഫണ്ട് CDS എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായ ഒന്നിനെ കൊടുക്കാൻ പറ്റുകയില്ല എന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഈ ഫണ്ടിൻ്റെ വെയിറ്റ് പഞ്ചായത്ത് ഗവേണിംഗ് ബോഡിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി ബിക്കംസ് മോർ പവർഫുൾ.
എന്നുവെച്ചാൽ ഫണ്ട് അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ കൂടുതൽ പവർഫുൾ ആവും. ഇവർക്ക് കിട്ടുന്നത് പിന്നെ മൈക്രോ ഫൈനാൻസ് വഴിയും മറ്റ് വേറെ തരത്തിൽ വരുന്ന ഫോറിൻ ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ്ങും കേരള ഗവൺമെൻറ് ഫണ്ടിങ്ങും ഈ CDS വരുന്ന ആ ഒരു NHG വരെയുള്ള ഇത് വരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വേറെ തരത്തിലുള്ള ഫണ്ടിങ് വരുന്നുണ്ട്. പക്ഷേ പ്ലാൻ ഫണ്ടിങ്ങിൻ്റെ ഇത് കൂടി ഇപ്പുറത്തോട്ട് ചായ്ക്കാം എന്നുള്ളൊരു തരത്തിലാണ് കാര്യങ്ങൾ കണക്കാക്കിയിരുന്നെങ്കിലും അങ്ങനെ പറ്റിയില്ല. അത് പഞ്ചായത്ത് ഗവേണിംഗ് ബോഡിയുടെ കയ്യിലേക്ക് പോയി. പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി ബിക്കെയിം മോർ പവർഫുൾ. അതുകൊണ്ട് പഞ്ചായത്ത് ഗവേണിംഗ് ബോഡിക്ക് വീണ്ടും അപ്പർ ഹാൻഡ് വന്നു. CDS ഒക്കെ അവരുടെ ഈ തരത്തിൽ അവർക്ക് സബ്സർവിയൻ്റായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഒരു അട്ടിമറിക്ക് വേണ്ടിയുള്ള രണ്ടാം ഒരു പ്രയത്നമായിരുന്നു ഈ CDS ഫോർമേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ആലോചിക്കാം, ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട്, നമ്മളതിനെ പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നു. പഞ്ചായത്തുകളുടെ ഈ അധികാരങ്ങൾ വിപുലീകരിക്കുകയാണ്, പഞ്ചായത്തുകളിലേക്ക് കൂടുതൽ അധികാരം കൊടുക്കുകയാണെന്നൊക്കെ നമ്മൾ പറയുന്നു. ആ തരത്തിൽ നമുക്കൊരു ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോൾ ഈ ഘടകങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അതിന് സമാന്തരമായിട്ട് പിന്നെ ഒരു CDSും കൂടെ നമ്മൾ എന്തിനുണ്ടാക്കണം? ഇവിടെ എന്തിനാ ഈ പറഞ്ഞില്ല, ഇപ്പോൾ എന്തിന് കിഫ്ബി എന്ന് പറയുന്നത് പോലെ എന്തിന് വീണ്ടും ഒരു CDS ഉണ്ടാക്കണം? അതായത് PDS ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് എഴുതി വെച്ച കക്ഷികളാണ്. CDS എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് സമാന്തരമായിട്ട് ഗവൺമെൻറ് ഏതരമായ ഒരു സ്പേസ് ഉണ്ടാക്കി അധികാരം ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് PDS നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആ PDSൻ്റെ സ്ഥാനത്ത് വീണ്ടും CDS ഉണ്ടാക്കി. CDS ഉണ്ടാക്കിയപ്പോഴും ഈ ഫണ്ടിങ് ഇങ്ങോട്ട് ഒരുപാട് പോകുന്നുണ്ട്. അത് നമ്മളുടെ എക്കോണമി എങ്ങനെ ബാധിക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങളീ പറയുന്ന ഈ കുടുംബശ്രീ എന്ന് പറയുന്ന CDS, ADS, ഈ NHG ഉൾപ്പെടുന്ന ഈ ഘടകങ്ങളിലേക്ക് ചെല്ലുന്ന ഫണ്ടിങ്, അതിന് വരുന്ന മൈക്രോ ഫൈനാൻസിങ് വരുന്ന സോഴ്സസ്, ഇത് നമ്മുടെ എക്കോണമി, ജനറൽ എക്കോണമിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൻ്റെ എക്കോണമി അതെങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എക്കോണമി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ, എക്കോണമി നെഗറ്റീവായിട്ടാണോ അത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടുന്നൊരു കാര്യമാണ്. ആ തരത്തിലൊരു ഫണ്ട്, അതായത് ഒരു സമാന്തര ഫണ്ടിങ്ങിൻ്റെ ഒരു കേന്ദ്രം ഉണ്ടായത്. ഗ്രാമതലത്തിൽ എന്തായാലും ഒരു സമാന്തര ഫണ്ടിങ്ങിൻ്റെ കേന്ദ്രം അവർ ഉണ്ടാക്കി. ഈ പഞ്ചായത്ത് രാജും മറ്റേ ഗ്രാമസ്വരാജ്യം, മറ്റേ രാജീവ് ഗാന്ധിയുടെ ബില്ലും മറ്റത് മറിച്ചും 73, 74 അമെൻമെൻറ്റും എല്ലാം അതിൻ്റെ പേരിലൊക്കെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചതെങ്കിലും ഇതിൽ ആ 73, 74 അമെൻമെൻറ്റിലൊന്നും വരുന്ന കാര്യമല്ല CDS എന്ന് പറയുന്നത്. അതിൽ വരുന്നതല്ല PDS എന്ന് പറയുന്നത്. എന്നിട്ടും പറഞ്ഞില്ലേ, ഒരു ഗവൺമെൻറ്റൽ ഓർഗനൈസേഷന് സമാന്തരമായിട്ട് ഒരു ധനകാര്യ വിനിമയ സ്ഥാപനം പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രവർത്തനം ഇവരിവിടെ നടപ്പിലാക്കി. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും വേൾഡ് ബാങ്കിന് വേണമെങ്കിൽ ഐസക്കിൻ്റെ കത്തെഴുതാം. നമ്മളിപ്പോൾ PDS പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ CDS കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ CDS ഈ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റായി. കാര്യം വെച്ച് കഴിഞ്ഞാൽ 40% ഫണ്ട് അപ്പുറത്തേക്ക് പോകില്ല. ആ ഫണ്ട് ഇപ്പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തുകൾ അതോടുകൂടി ഇത് പൊളിഞ്ഞ് ഇല്ലാതായി തീരുമായിരുന്നു. അപ്പോൾ ആ ഫണ്ട് അവിടെ വന്നതോടുകൂടി അത് ആണ്. അപ്പോൾ ഇവിടെ ഈ 2 തരത്തിലുള്ള ഫണ്ട്സ്, ഗവൺമെൻറ് ഫണ്ട്സ് 2 തരത്തിൽ പ്രാദേശിക തലത്തിൽ ഡൈവേർട്ട് ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ ജനറൽ എക്കോണമിയെ എങ്ങനെ ബാധിക്കും? കാരണം വെച്ചാൽ നമുക്കൊരു സെൻട്രലൈസ്ഡ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ, പണ്ട് G. ബഗ്രാമെങ്കിലും എന്ന് പറഞ്ഞൊരു ഇതിലെ സത്ലജിൻ്റെ സന്നിധിയിലെന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ സത്ലജിൻ്റെ സന്നിധിയിൽ എന്നുള്ള കവിത നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഒരു യൂണിറ്റിയാണ്. അതിൻ്റെ ഇരമ്പത്തിൽ, അതിൻ്റെ വരികളിൽ നമ്മൾ ഇന്ത്യയുടെ ഒരു യൂണിറ്റിയാണ്. അതായത് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു പൊതുമേഖലാ സംരംഭം വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വളർച്ചയുടെ ഗോപുരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. നമ്മളിതാ നമ്മുടേതായിട്ടുള്ളൊരു ശക്തി സംഭരിച്ച് നമ്മളിത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഉരുക്ക് വ്യവസായ രംഗത്ത് ഉറുക്കയിലും ഫിലായിലും ഉരുക്ക് വ്യവസായശാലകളുണ്ടായപ്പോൾ അന്ന് കേരളത്തിൽ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ബിലായി വന്നു, റൂർക്കല വന്നു, നമുക്ക് കിട്ടിയത് മൂട്ടപ്പൊടി എന്ന് വെച്ചാൽ കേരളം അവഗണിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ റൂർക്കലയും ഫിലായും നമ്മളും എല്ലാം മൂട്ടപ്പൊടി ആയി നമ്മുടെ ഇപ്പോഴത്തെ എക്കോണമിയിൽ. അപ്പോൾ അന്ന് നമ്മളങ്ങനെ വിളിച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു അണക്കെട്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ബഗ്രാനങ്കൽ എന്ന് പറയുന്നൊരു അണക്കെട്ട് എന്ന് പറയുമ്പോൾ, സത്ലജ് കെട്ടി ഉയർത്തിയിരിക്കുന്ന അണക്കെട്ട് എന്ന് പറയുമ്പോൾ അതിവിടെ കേരളത്തിലല്ല. പക്ഷേ കേരളത്തിൽ അതിൻ്റെ ഇരമ്പം നമുക്ക് കേൾക്കാം. അത് ഇന്ത്യ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇന്ത്യയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നൊരു ഫോഴ്സാണ്.
അതായത് ഒരു പൊതുമേഖലാ ഉൽപ്പാദന സംരംഭത്തിൻ്റെ ഒരു ഭീമമായിട്ടുള്ള ഒരു മാക്രോ ലെവൽ പ്രൊഡക്ഷൻ്റെ ഒരു ഈ പറയുന്ന ഒരു പൊതുമേഖലാ തലത്തിലുള്ള ഉൽപ്പാദന സംരംഭം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഒരു എക്കോണമിയെ റേസ് ചെയ്യുന്നൊരു സംരംഭമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ പഞ്ചായത്ത് രാജും ഈ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവന്നിട്ട് അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേരള സംസ്ഥാനത്തിനും ഇതുപോലെ ഒരു കേന്ദ്രീകൃതമായ ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ട് നാടെടുത്ത് ഈ 40% ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നതും പിന്നെ പലതരം ഫണ്ടുകളായിട്ട് CDSനും മറ്റുമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത്. കുടുംബശ്രീ എന്ന് പറയണ്ട, CDS എന്ന് പറഞ്ഞാൽ മതി. അതാണ് കുറേ കൂടെ മാന്യമായിട്ടുള്ള പറച്ചിൽ. ഈ പറഞ്ഞില്ലേ ഓരോന്നിനും ഓരോ പെണ്ണുങ്ങളുടെ പേരിട്ട് കൊടുത്തു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പിന്നിലെ എക്കോണമി എന്ന് പറയുന്നത് ഇല്ലാതായി തീരുന്നില്ല. കുടുംബശ്രീ എന്നോ ജനശ്രീ എന്നോ അല്ലെങ്കിൽ ജയശ്രീ എന്നോ വിജയശ്രീ എന്നോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അതിന് പേരിട്ട് കൊടുക്കും. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഈ സൊസൈറ്റിയാണ്, അത് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്, അത് NSG ആണ്. ആ NSGയുടെ പ്രിൻസിപ്പിൾ അതാണ് നേരത്തെ പറഞ്ഞത്. അത് കള്ളക്കടത്ത് ചെയ്യാനായിട്ട് കൊണ്ടുവരായിരുന്നു. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഈ രാഷ്ട്ര താല്പര്യത്തിന് വിരുദ്ധമായ ഉദ്ദേശമാണ്, ആ തരത്തിൽ എക്കോണമിയെ സ്പ്ലിറ്റ് ചെയ്യുന്നൊരു ഉദ്ദേശമായിരുന്നുകൊണ്ടാണെന്ന് അത് ഒളിച്ചു കടത്തിക്കൊണ്ട് വരേണ്ടി വന്നത്. അതിനുശേഷം പിന്നെ ഇത് തെളിച്ച് തന്നെ കൊണ്ടുവന്നു. CDS എന്ന് പറഞ്ഞ് തെളിച്ചു കൊണ്ടുവന്നു. 2 തരത്തിൽ ഈ പറഞ്ഞില്ലേ, അതായത് കേരളത്തിൻ്റെ ഏകീകൃതമായ ഉൽപ്പാദന പ്രവർത്തനത്തിന് ആവശ്യമായി വരേണ്ടുന്ന ഫണ്ട് 2 തരത്തിൽ ഗ്രാമതലത്തിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത് ഈ ടാക്സ് ആയിരുന്നു, ഇത് നികുതിയായിരുന്നു. ആ നികുതിയാണ് എടുത്തു മാറ്റപ്പെടുന്നത്. നികുതി എടുത്തു മാറ്റപ്പെടുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് ദുർബലമായി പെടുകയാണ്. സംസ്ഥാനം ആകെ തന്നെ സാമ്പത്തികമായിട്ട് ദുർബലമാകുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ലോട്ടറി വിറ്റും ചാരായം വിറ്റും കിട്ടുന്ന കാശ് പോലെ അല്ല മറ്റേ ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ടാക്സ് ശരിക്ക് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വർണ്ണക്കടക്കാരുടെ നിന്ന് കാശ് പിരിക്കുന്നതിൽ ഏറ്റവും അധികം മനോദുഃഖമുള്ള ചില ധനകാര്യമന്ത്രിമാർ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പല വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും അവർ തരേണ്ടുന്ന കാശ് വളരെ കൃത്യമായിട്ട് പിരിച്ചാൽ മതി. കേരളത്തിൻ്റെ ധനകാര്യ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദൃഢമായി തീരുകയും പൊതുവായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു വളർച്ചയുണ്ടാകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആ ധനകാര്യ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഉൽപ്പന്നമാക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിൽ കേന്ദ്രീകൃതമായ ഒരു ഫണ്ട്, ആ ഫണ്ട് ഏറ്റവും ഒടുവിൽ അതിനെ തകർത്ത് വിട്ടതാണ് GSTയിലൂടെ. അവസാനത്തെ ഒരു ഫണ്ടിൻ്റെ ഒരു പ്രഭവമായിരുന്നു ഈ ടാക്സസ് എന്ന് പറയുന്നത്. നമ്മൾ ചെക്ക് പോസ്റ്റ് വെച്ച് നമ്മൾ കാശ് പിരിക്കുന്നു, അത് സംസ്ഥാനത്തിൻ്റെ നികുതി പണമായിട്ട് നമ്മൾ എടുക്കുന്നു. അത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒരു ഇതായിരുന്നു, ഒരു ധനകാര്യ അത്താണിയായിരുന്നു. അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന നിലയിൽ ഏറ്റവും അവസാനം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു വിഭവമായിരുന്നു അത്. അതിനെയാണ് GSTയിലൂടെ തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളീ പറഞ്ഞില്ലേ, ഈ ഇങ്ങനെയുള്ള നികുതികൾ ഉൾപ്പെടെ പല നികുതികളും പിരിക്കാനുള്ള ഈ നമുക്കുണ്ട്. നമ്മളിപ്പോൾ കെട്ടിട നികുതി പിരിക്കുന്നു, മറ്റേ നികുതി പിരിക്കുന്നു പോലെ അല്ല. വൻകിട വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, അവരിൽ നിന്ന് വേണ്ടപ്പെട്ട രീതിയിൽ നികുതി പിരിക്കുക, അതിൻ്റെ പണം ഉണ്ടാക്കുക. ആ പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ പൊതുമേഖലാ ഉൽപ്പാദന സംരംഭങ്ങൾ ഇവിടെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. വി ഹാവ് സ്പേസ് ഫോർ ഇറ്റ്. നമുക്കതുണ്ട്. അത് നമുക്ക് വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കാൻ കഴിയും. അതിപ്പോൾ KSRTC എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ നമുക്കുണ്ട്, KSEB എന്ന് പറയുന്നൊരു സ്ഥാപനം നമുക്കുണ്ട്. അപ്പോൾ പറയില്ലേ, സെൻട്രൽ ഗവൺമെൻറ് ഈ CET പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു വലിയ പൊതുമേഖലാ സംരംഭങ്ങൾ, ഒരു സംസ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള ഉൽപ്പാദനക്ഷമതയുള്ള പൊതുമേഖലാ സംരംഭങ്ങൾ ഈ തരത്തിൽ ഫണ്ട്, കേന്ദ്രീകൃത ഫണ്ടുണ്ടെങ്കിൽ നമുക്കത് നടത്താൻ പറ്റും. അങ്ങനെ ഈ തരത്തിൽ നമ്മുടെ എക്കോണമി ഭദ്രമായി തീരണമെങ്കിൽ we should have production. Without production we could not have a good economy.
അത് മാർക്സിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇത് ഈ ജനകീയാസൂത്രണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഫ്രാങ്കിയും തോമസ് ഐസക്കും കൂടെ ഒരു പ്രബന്ധം പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വലിയ അബദ്ധം എഴുതി വെച്ചിരുന്നു. അതൊരു അബദ്ധമാണെന്നാണ് ഞാനന്ന് ഐസക്കിൻ്റെ അടുത്ത് പറഞ്ഞത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ വിത്തൗട്ട് പ്രൊഡക്ഷൻ വി ക്യാൻ ഹാവ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്ഷൻ ഇല്ലാതെ ഡെവലപ്മെൻറ്റ് സാധ്യമാവും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ ഒരു ഉപഭോക്തൃ സമൂഹമാണ്, പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് വികസനം നടക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം അന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ ഇല്ലാതെ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. ഞാൻ പറഞ്ഞ പ്രൊഡക്ഷൻ ഇല്ലാതെ വരുന്ന ഡെവലപ്മെൻ്റ് അല്ല. ഇപ്പോൾ പ്രൊഡക്ഷനിലൂടെ നമുക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പുരോഗതി അല്ലെങ്കിൽ പ്രോഗ്രഷനാണ്, എക്കണോമിക് പ്രോഗ്രഷനാണ്. നിങ്ങൾ പറയുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എക്കണോമിക് പ്രോഗ്രഷൻ അല്ല. അവിടെ എക്കണോമിക് പ്രോഗ്രഷൻ ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ പുറമേ കാണിക്കുന്ന ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അതാണ് ഈ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിനെ പറ്റി പറയുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിനെ പൊള്യൂട്ട് ചെയ്യാൻ വേണ്ടി, ആ കൺസെപ്റ്റിനെ പൊള്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിൽ സ്ഥാപിച്ചത് എന്ന് സംശയിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ കേരളത്തിലെ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു എക്കോണമി ഒരു സംസ്ഥാനത്തിന് ഒരു പരിധി വരെ ഉണ്ടാകണം. അതേസമയം പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ ഫണ്ട് ഉണ്ടാകണം. രണ്ടും വേണം. രണ്ടും വേണ്ടെന്ന് പറയുന്നില്ല, ഒന്ന് മാത്രമേ ആകാവൂ എന്ന് പറയുന്നില്ല. പക്ഷേ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫണ്ട് ഉണ്ടാകുകയും ആ ഫണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ KSRTCക്ക് നമ്മൾ കടം കൊടുക്കുന്നു, അല്ലെങ്കിൽ KSRTC ദാരിദ്ര്യത്തിലാണ്, അത് ഓടിക്കാൻ പറ്റുന്നില്ല, ഇത് ഓടിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം അങ്ങനെ നഷ്ടത്തിലായിക്കൊള്ളണമെന്നില്ല, നമ്മൾ നഷ്ടത്തിലാക്കി എടുക്കുന്നതാണ് മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ കുറേ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ ഉൽപ്പാദനക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാം, പുതിയ പൊതുമേഖലാ സംരംഭങ്ങൾ ഉണ്ടാക്കാം. അതിനൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ഫണ്ട് നമുക്കുണ്ടാകണം. ആ ഫണ്ട് എങ്ങനെ ശിഥിലീകരിക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ്ങാണ് ഈ പറഞ്ഞ ജനകീയാസൂത്രണത്തിൽ നടന്നിട്ട് അത് 40% നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, പഞ്ചായത്ത് തലത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിനായിട്ട് കൊടുക്കുന്നു. ബാക്കി ആ 40%-നെക്കാളും അൺഒഫീഷ്യലായിട്ട് വരുന്നതും ഒഫീഷ്യലായിട്ട് വരുന്നതുമായിട്ടുള്ള ഈ ഫോറിൻ ഫണ്ടിങ് ഉൾപ്പെടെയുള്ള ഫണ്ടിങ് നമ്മൾ CDSന് കൊടുക്കുന്നു. ആ തരത്തിൽ 2 തരത്തിൽ ഫണ്ടിങ് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ കേരളത്തിന് ഒരു സെൻട്രലൈസ്ഡ് ഫണ്ടില്ല, ഒരു സെൻട്രലൈസ്ഡ് എക്കോണമി ഇല്ല, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റീവ് എക്കോണമി ഇല്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സംരംഭത്തിൽ നമ്മൾ കാശ് ചിലവാക്കി ഒന്നിനെ നമ്മൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ നിങ്ങൾ റീബിൽഡ് കേരള എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ബിൽഡ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടണം, നമ്മുടെ ട്രഷറിക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടണം. ആ റിട്ടേൺസ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഉൽപ്പാദന സംരംഭം, അങ്ങനെയുള്ള ഉൽപ്പാദന സംരംഭങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു എക്കോണമിയിൽ നിന്ന് 1995 നമ്മൾ സമ്പൂർണ്ണമായും പിൻവാങ്ങുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇല്ലാതെ റിട്ടേൺസ് കിട്ടാത്ത ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ പറയുന്ന വികസന പ്രവർത്തനങ്ങളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തിയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഒരു 15 നിലയുള്ളൊരു വീട് കെട്ടി, 2 പേർക്ക് താമസിക്കാൻ വേണ്ടി 15 നിലയുള്ളൊരു വീട് കെട്ടി എല്ലാ റൂമിലും AC ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡെവലപ്മെൻറ്റിലാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് മനുഷ്യൻ്റെ യൂസുമായിട്ട്, മനുഷ്യൻ്റെ ഉപയോഗവുമായിട്ട് അതങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു, മനുഷ്യൻ്റെ വികാസവുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു. നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയായിട്ട് നമ്മൾ നടത്തുന്ന ഏതൊരു കൺസ്ട്രക്ഷൻ, ഏതൊരു നിർമ്മാണ പ്രവർത്തനവും ആ തരത്തിൽ അത് ഉൽപ്പാദനപരമായിരിക്കുകയും അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടാകുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. എന്നാലേ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കംപ്ലീറ്റായിട്ട് നെഗേറ്റ് ചെയ്യുന്ന ഒരു നിലപാട് കേരളത്തിലെ CPM-ഉം കേരളത്തിൽ മറ്റുള്ള പാർട്ടികളെടുക്കുന്നതിന് നമുക്ക് അർത്ഥമില്ല. കേരളത്തിലെ CPM-ഉം ഈ 1995 എടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാമോ? നിങ്ങൾക്ക് പറയാമോ? പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രൊഡക്ഷൻ, അതായത് റിട്ടേൺസ് കിട്ടുന്ന പ്രോഡക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്കോണമിയെ പറ്റിയുള്ള സങ്കല്പം നമ്മൾ മാറ്റിവെച്ചു. അത് മാർക്സ് പറഞ്ഞത് പരമ അബദ്ധമാണ്. അതായത് മാർക്സിൻ്റെ സിദ്ധാന്തം നമുക്കെല്ലാം അറിയാം. കാര്യം എന്താണ്? മനുഷ്യനാകുന്നത് തന്നെ ഉൽപ്പാദന പ്രവർത്തനത്തിലൂടെയാണ്. എങ്ങനെയാണ് മനുഷ്യൻ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? മറ്റുള്ള മൃഗങ്ങളെക്കാൾ മെച്ചപ്പെട്ടൊരു ഉൽപ്പാദന പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഉൽപ്പാദന പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ, ഇപ്പോൾ ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ജനറേറ്റ് ചെയ്യാൻ കഴിയണം, ഇൻകം ജനറേറ്റിംഗ് ആയിരിക്കണം. അങ്ങനെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പദ്ധതിയിലും നമ്മൾ തൊടുകയില്ല
എന്നുള്ള പ്രതിജ്ഞയിൽ നിന്നാണ് ഈ ജനകീയാസൂത്രണം ആരംഭിക്കുന്നത്. ഇന്ന് നമ്മുടെ സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തരത്തിൽ രണ്ട് ട്രാക്കിലേക്ക് നമ്മുടെ പൊതുവായിട്ടുള്ള ഫണ്ട്, അതായത് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രീകൃതമായ ഫണ്ടേ നമുക്ക് വേണ്ട. അതിന് പകരം നമ്മൾ ഈ ഫണ്ട് അതിൻ്റെ 40% നമ്മൾ പഞ്ചായത്തുകൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് നമ്മൾ ഈ CDS പോലെയുള്ള ഈ അവ്യവസ്ഥിതമായ ഒരു സംരംഭത്തിന് വേണ്ടി കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എക്കോണമി എങ്ങനെ ബാധിക്കും? അത് നമ്മുടെ എക്കോണമി ബാധിക്കുമ്പോൾ അത് നമ്മുടെ ധനകാര്യസ്ഥിതി എങ്ങനെ ബാധിക്കും? നമ്മൾ വെറുതെ ബഡ്ജറ്റ് ഉണ്ടാക്കി ഓരോ പ്രാവശ്യം കണക്കുണ്ടാക്കിയിട്ട് നമ്മൾ ഇത്ര പാലം കെട്ടി, ഇത്ര കലുങ്ക് കെട്ടി, ഇത്ര റോഡുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വേസ് ആൻഡ് മീൻസിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇറ്റ് ഈസ് ദി നീഡ് ഓഫ് ദി മാർക്കറ്റ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ്. അവർ ഓരോ വർഷവും ഉണ്ടാക്കുന്ന ഓട്ടോമൊബൈൽസ് ഉണ്ട്. ആ ഓട്ടോമൊബൈൽസ് മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് അവർക്ക് വിറ്റ് തീരണം. കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. അപ്പോൾ ആ ഇൻഡസ്ട്രി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുരുതുര വിറ്റ് തീർന്നുകൊണ്ടിരിക്കണം. വിറ്റ് തീർന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉപയോഗിക്കുന്ന ഒരു കാറ് ഞാൻ 2 വർഷം കഴിയുമ്പോൾ മാറ്റിയെടുത്താൽ മാത്രമേ അവരുടെ പ്രൊഡക്ഷന് ആ തരത്തിലുണ്ടാവൂ. അപ്പോൾ ഇവർ ഈ ഒരു ഇൻ്റർനാഷണൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവരുടെ വാഹനങ്ങൾക്ക് ഓടാൻ സ്പേസ് വേണം. വെറുതെ അവർ കുറേ ഓട്ടോമൊബൈൽസ് അവിടെ അങ്ങനെ അവരുടെ ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലേ. അത് എവിടെയെങ്കിലും ഓടണം. അതെവിടെ ഓടണം എന്ന് ആലോചിക്കുമ്പോൾ അത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലും 6 വരി പാത ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓട്ടം സുഗമമായിട്ട് വരും. അതിനുവേണ്ടി വേൾഡ് ബാങ്ക് എത്ര കോടി വേണമെങ്കിലും നമുക്ക് സൗജന്യമായിട്ട് തരും. നിങ്ങളൊരു 6 വരി പാത ഉണ്ടാക്കാൻ വേണ്ടി വേൾഡ് ബാങ്ക് തന്നിട്ടുണ്ട്. പലയിടത്തും ഈ പാത ഉണ്ടാക്കാൻ വേണ്ടി സൗജന്യമായിട്ടും ഗ്രാൻഡായിട്ടും കടമായിട്ടും തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് അവൻ്റെ ആവശ്യമാണ്. നമ്മളെക്കാളേറെ അവൻ്റെ ആവശ്യമാണ്. അവൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകുകയും അത് ഓടാൻ സ്ഥലം ഉണ്ടാകുകയും വേണം. ഇപ്പോൾ നമുക്കിപ്പോൾ 6 വരി പാത ഇല്ലെങ്കിൽ കേരളത്തിലെ ആൾക്ക് ജീവിക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് കണ്ണൂർ എത്തിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വേഗത്തിൽ അത്ര വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്റ്റീവ് എക്കോണമിയായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു അതിവേഗം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് റെയിൽവേയുടെ വികസനം ഉണ്ടാകണം, മെട്രോയുടെ വികസനം ഉണ്ടാകണം, ഈ പലതരത്തിലുള്ള ഈ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാകണം, പാലങ്ങൾ ഉണ്ടാകണം, ഫ്ലൈ ഓവറുകൾ ഉണ്ടാകണം. അതിലൊന്നും തർക്കമില്ല. ഗതാഗതം ഉണ്ടാകണം, ഗതാഗതം വികസിക്കണം. ഗതാഗതം വികസിക്കുമ്പോൾ അതിനൊപ്പം നമ്മൾ വികസിക്കേണ്ട മറ്റുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി ആലോചിക്കണം. ഗതാഗതം വികസിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അത് മാർക്കറ്റിന്, ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ ഒരു വികാസമാണ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എവിടെ കൂടെയാണ് മൂവ് ചെയ്യുന്നത്? നമുക്ക് കൂടുതൽ ഫ്ലൈ ഓവർ ഉണ്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ പല ഈ റോഡുകളും 2ാം തരം റോഡുകളായിട്ട് തരം താഴ്ത്തപ്പെടുകയും 1ാം തരം റോഡുകളിലൂടെ വളരെ വേഗത്തിലോടുന്ന വാഹനങ്ങളും അല്ലെങ്കിൽ ചരക്ക് ഗതാഗതം മാത്രം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആരുടെ ഇൻട്രസ്റ്റാണ്? ഹൂസ് ഇൻട്രസ്റ്റ്? നമ്മൾ ഈ തരത്തിൽ ഇതിനൊരു മുൻതൂക്കം കൊടുക്കുമ്പോഴത്തേക്ക്, ഞാൻ പറയുന്നതല്ല, ഇവിടെയൊക്കെ പ്രയോറിറ്റിയുടെ പ്രശ്നമുണ്ട്. ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആയിരിക്കണമോ അത് പ്രോഡക്റ്റീവ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആയിരിക്കണമോ, അങ്ങനെ അല്ലാതെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാത്രമായിരിക്കണമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നുണ്ട്. ഇത് 1995 തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ഇത് നമ്മൾ പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. ഇത് CDSന് ഫണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ പ്രശ്നം ഉണ്ടായി വരുന്നുണ്ട്. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റീവ് ആയിട്ടുള്ള നിർമ്മാണ പ്രക്രിയ വേണോ, അതോ ഇൻകം ജനറേറ്റിംഗ് അല്ലാത്ത പ്രോഡക്റ്റീവ് അല്ലാത്ത നിർമ്മാണ പ്രക്രിയകൾ മതിയോ? നമുക്ക് പ്രോഡക്റ്റീവ് അല്ലാത്ത ഇൻകം ജനറേറ്റിംഗ് അല്ലാത്ത നിർമ്മാണ ക്രിയകൾ മതി. ആ നിർമ്മാണ ക്രിയകളിലൂടെ നമ്മളൊരു തരം ഡെവലപ്മെൻറ്റിൽ എത്തിച്ചേരുന്നു എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ധാരണ 1995-96 ആകുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ എത്തുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ പറയുന്നത്, നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വരുന്ന പഞ്ചായത്തിൽ വരുന്ന ഫണ്ട് അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് കോൺട്രാക്ടർമാരെയൊന്നും അടുപ്പിക്കാൻ പാടില്ല, ജനങ്ങളുടേതായിട്ടുള്ള കമ്മിറ്റി ആയിരിക്കണം, അത് ഗുണഭോക്തൃ കമ്മിറ്റി ആയിരിക്കണം എന്നൊക്കെ നമ്മൾ
പറയുന്നുണ്ട്. ആ ഗുണഭോക്താവെന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ മനുഷ്യന് സഹിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ഒരു സംഭവം നിർണ്ണയിക്കുമ്പോഴത്തേക്ക് ഞാനതിൻ്റെ ഒരു ഗുണഭോക്താവാണ്. അതാണ് ഇപ്പോൾ ഉപഭോക്താവും ഗുണഭോക്താവും ഒക്കെ ആക്കി നമ്മളെ മാറ്റുകയാണ്. അപ്പോൾ കാര്യം വെച്ചാൽ ഈ രാജ്യം നമ്മുടെ അല്ലല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മളതിൻ്റെ ഗുണഭോക്താവായി മാറുന്നത്. എന്തൊക്കെയാണ് ആ സങ്കല്പങ്ങളെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗുണഭോക്തൃ കമ്മിറ്റി ഉണ്ടാക്കണം, അതിൽ നമ്മൾ കോൺട്രാക്ടേഴ്സ് ഒന്നും അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും എല്ലാ കമ്മിറ്റികളും ഈ കൊച്ചു കൊച്ചു കോൺട്രാക്ടർമാർ അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഓരോ നിർമ്മാണ പ്രവർത്തനം നടന്നത്. അപ്പോൾ പഞ്ചായത്തിൽ ഈ ഫണ്ട് ഡൈവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? ഒരു വ്യവസ്ഥ അതിനകത്തുണ്ട്. ഇറ്റ് ഈസ് ഓൺലി ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടർ ആൻഡ് ബുക്സ്. 3 കാര്യങ്ങൾക്ക് മാത്രമേ അത് ചിലവഴിക്കാൻ പാടുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കെട്ടിടങ്ങളാകാം, പക്ഷേ നമുക്ക് ആവശ്യത്തിന് പാറമടകൾ വേണമെന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് വികസനം വേണമെങ്കിൽ അത്യാവശ്യം പാറമടകൾ വേണം. നിങ്ങൾക്ക് കെട്ടിടങ്ങളാകാം. പിന്നെ ഈ വീടുണ്ടാക്കി കൊടുക്കൽ പിന്നീട് വരുന്ന ഒരു സിറ്റുവേഷനിലുണ്ടായി വരുന്നതാണ്. അന്നത്തെ ആദ്യത്തെ ആ ഇതനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞിട്ട് റോഡുകളും പാലങ്ങളും ഫ്ലൈ ഓവറുകളും ഉണ്ടാക്കുക, അതുപോലെ വീടുകൾ, അത്യാവശ്യം വേണ്ടിയുള്ള വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, സ്കൂളുകളുടെ കെട്ടിടങ്ങൾ വലുതാക്കുക, ആ തരത്തിലുള്ള ഒരു കെട്ടിട നിർമ്മാണ പ്രക്രിയ, അല്ലെങ്കിൽ ഈ പൊതുഗതാഗതത്തിന് ആവശ്യമായിട്ട് വരുന്ന റോഡ് ഗതാഗതത്തിൻ്റേതായിട്ടുള്ള ഒരു നിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടി ഈ മുഴുവൻ ഫണ്ടും ചെലവഴിച്ചു കൊള്ളാമെന്ന് ഓരോ പഞ്ചായത്തും സമ്മതിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് വരുന്നു. പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് വരുന്നത് നമ്മുടെ ഈ പറഞ്ഞില്ലേ ഒരു പ്രൊഡക്റ്റീവ് എക്കോണമിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഫണ്ട് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ വ്യവസ്ഥ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനമെന്ന് പറയുന്ന നിർമ്മാണ പദ്ധതികൾക്കല്ലാതെ, അതായത് നോട്ട് ഇൻകം ജനറേറ്റിംഗ് അല്ലാത്ത പദ്ധതികൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇതിൽ ഒരു പദ്ധതിയെങ്കിലും ഇൻകം ജനറേറ്റിംഗ് ആണെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും? 40% ഫണ്ട് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് അയക്കുന്നു. നിങ്ങളിവിടെ നിർമ്മാണ ക്രിയകൾ നടത്തുന്നു. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് വഴി നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്താം, PW വഴി നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്താം, ഒരുപാട് കൺസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ശീതീകരിച്ച റൂമുകൾ ഉണ്ടാകുന്നു, പല ബഹുനില മന്ദിരങ്ങൾ ഉണ്ടാകുന്നു, റോഡുകൾ ഉണ്ടാകുന്നു, പാലങ്ങൾ ഉണ്ടാകുന്നു. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും വികസനത്തിൻ്റേതായ ഒരു പൂക്കാലം തന്നെയാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല, ഒരു തർക്കവും ഞാൻ പറയുന്നില്ല. അത് ചോദിക്കുന്നത് ഇതേ ഉള്ളൂ, ഒരു ഇൻകം അതായത് നമുക്ക് ഇൻകം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു വലിയ പാലം കെട്ടിയിട്ടിട്ട് ഇപ്പോൾ ഒരു ഇൻകം പിരിച്ചുകൊണ്ട് പോകുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ടോൾ പിരിവാണ് ആകെ ഒരു ഇൻകം ജനറേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് അവർ കാണുന്നത്. പിന്നെ നമ്മൾ കള്ള് വിറ്റ് കാശുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ലോട്ടറി വിറ്റ് കാശുണ്ടാക്കുന്നത് അത് ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തണ്ട. അതൊന്നൊരു പ്രോഡക്റ്റീവ് എക്കോണമിയുടെ ഭാഗമല്ല. ലോട്ടറി എന്നൊന്നും മാർക്സിസ്റ്റ് വരുന്നൊരു കാര്യമല്ല. കള്ള് വിൽപ്പനയൊന്നും ഇതിൻ്റെ ഒരു പ്രോഡക്റ്റീവായിട്ടുള്ള എക്കോണമിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള യാതൊരു നിർമ്മാണ പ്രവർത്തനത്തിനും ഈ കാശ് ഉപയോഗിക്കുകയില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ ആരായിത്തീരുകയാണ്. അവിടെയാണ് പറഞ്ഞില്ലേ, ഇപ്പോൾ ബാലഗോപാലൻ ഈ ഒരു ധനകാര്യ പ്രമാണം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ബാലഗോപാലനെയോ തോമസ് ഐസക്കിനെയോ ആരെയോ നമ്മൾ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. നമ്മൾ എത്തുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ട്. നമ്മൾ പഞ്ചായത്തി രാജ് ബില്ലെന്ന് പറയുന്ന മഹത്തരമായ ഒരു ബില്ലാണ്. 73-74 അമെൻമെൻറ്റിലൂടെ അധികാരം പഞ്ചായത്തുകളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചായത്തുകളിൽ നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റിന് പ്രയോജനം ചെയ്യുന്ന, സ്റ്റേറ്റിന് പൊതുവേ പ്രയോജനം ചെയ്യുന്ന, സ്റ്റേറ്റിന് ആകെ തന്നെ പ്രയോജനം ചെയ്യുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾ അവിടെ ഒഴിവാക്കപ്പെടുന്നു. അതിനുള്ള പണം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മുടെ എക്കോണമിയെ തകർക്കും, ഉറപ്പുള്ള കാര്യമാണ്. രണ്ടാമത്, അത് ഒരു ഭാഗത്ത് നടക്കുന്നു, ആ ഒരു പ്രൊജക്റ്റ് നടക്കുന്നു. പിന്നെ നിങ്ങൾ MP ഫണ്ടിനെ പറ്റി നോക്കുക. MP ഫണ്ടിൽ ഈ നിബന്ധനയുണ്ട്, ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. MP ഒരു 5 കോടി വരെ ഇപ്പോൾ ചിലവഴിക്കുന്നുണ്ട്. അത് അനാവശ്യത്തിനെ ചിലവഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് മാത്രമേ ഞാനത് ചിലവഴിക്കൂ എന്ന് MP പറയുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങാൻ
അതും അല്ലെങ്കിൽ പുസ്തകം വാങ്ങാൻ എന്നോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മലബാർ ലിറ്റററി സർക്യൂട്ട് ഉണ്ടാക്കുന്നത് പോലെ പുസ്തകത്തോടും മറ്റുമൊക്കെ അവർക്ക് പ്രത്യേകമായൊരു പ്രേമമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുസ്തകത്തിൽ നിന്നൊന്നും ജനറേറ്റ് ചെയ്ത് വരുന്നില്ലല്ലോ. ആകെ അതുകൊണ്ട് ലാഭം ഉണ്ടാകുന്നത് DC ബുക്സിനും അത്തരത്തിലുള്ള പുസ്തക കച്ചവടക്കാർക്കുമാണ്. എഴുത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈയും വിട്ട് അന്തം വിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഈ എഴുത്ത് എന്ന് പറയുന്നൊരു പ്രൊഫഷനിലൂടെ സർവൈവ് ചെയ്യുന്ന 2-3 ഒക്കെ എഴുത്തുകാരുണ്ടാകാം. ബെന്യാമിനോ മീരയ്ക്കോ ഒക്കെ കുറേ കാശൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വിദേശ ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പലരും കാശൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ജെന്യുവിനായിട്ടുള്ള ഒരു നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരു റൈറ്റിംഗ് പ്രൊഫഷനിൽ നിന്ന് വരുന്ന നമ്മുടെ ഒരു ഇൻകമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റാതെ അത് പെട്ട് വേറെ കാര്യം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇത്തരം ആവശ്യങ്ങൾക്ക് മാത്രമേ MP ഫണ്ട് ചിലവാക്കാൻ പറ്റൂ. ഇത്തരം ആവശ്യങ്ങൾക്ക് മാത്രമേ MLA ഫണ്ട് ചിലവാക്കാൻ പറ്റൂ. ഇത്തരം ആവശ്യങ്ങൾക്ക് മാത്രമേ ഡൈവേർട്ട് ചെയ്യുന്ന ഈ പ്ലാൻ ഫണ്ടും ചിലവാക്കാൻ പറ്റൂ. ഫോർ നോ ഇൻകം ജനറേറ്റിംഗ് പ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിനൊന്നിനും തന്നെ ഈ പൈസ ചിലവാക്കാൻ പറ്റില്ല. ഈ പൈസയിൽ ഒട്ടുമിക്കവാറും നമ്മൾ പലതരത്തിൽ പലരിടത്തും കടം വാങ്ങുന്നതാണെന്നുള്ള വേറൊരു കാര്യം. നമ്മൾ കടമെടുക്കുന്ന പണം കൊണ്ട് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഒന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ലാക്ക് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൗ വി ആർ കോളനൈസ്ഡ് അറ്റ് ദി ലെവൽ ഓഫ് എക്കോണമി, അതിൻ്റെ വളരെ പ്രിൻസിപ്പിൾ, അതിൻ്റെ തത്വം ഇവിടെ ഉണ്ട്. നിങ്ങളെനിക്ക് 50,000 രൂപ കടം തരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ 50,000 രൂപയിൽ നിന്ന് തിരിച്ചടവിന് വേണ്ടിയുള്ള പണം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ അല്ലാതുള്ള എന്ത് പ്രവർത്തനം വേണമെങ്കിലും നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് 50,000 രൂപ കടം തരുമ്പോഴത്തേക്ക് എനിക്ക് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, തിരിച്ചടവ് ഉണ്ടാക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കടമെടുക്കും. അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥ നമ്മൾ അംഗീകരിച്ചു ഇല്ലെന്ന് പറയാമോ? നിങ്ങൾ MP ഫണ്ടിൻ്റെ നിബന്ധന എടുത്ത് വായിക്കൂ, നിങ്ങൾ MLA ഫണ്ടിൻ്റെ നിബന്ധന വായിക്കൂ, നിങ്ങൾ ഈ പഞ്ചായത്തിന് ഡൈവേർട്ട് ചെയ്ത ഫണ്ടിൻ്റെ നിബന്ധന വായിക്കൂ. അവിടെയൊക്കെ ഇൻകം ജനറേറ്റിംഗ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ എക്കോണമിയെ തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് അവിടെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തകർച്ചയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരുത്താതെ നമുക്ക് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നൊരു രേഖ ഉണ്ടാക്കിയിട്ട് നമ്മൾ എനിക്കിപ്പോൾ മലബാറിലെ സാഹിത്യകാരന്മാർ മോശമാണെന്നോ അല്ല, അങ്ങനെ വിഭാഗീയമായിട്ടൊന്നും നമ്മൾ ചിന്തിക്കരുത്. സാഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി ഈ പണമൊക്കെ സമാഹരിക്കാൻ ശേഷിയുള്ള കക്ഷി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ട്രഷറായിട്ടൊക്കെ വരാം. അദ്ദേഹത്തിന് പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അദ്ദേഹം ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അദ്ദേഹം എഴുത്തുകാരനോ എഴുത്തുമായിട്ട് ബന്ധമുള്ള ഒരാളൊന്നും അല്ല. വേറെ സിമെൻറ്റ് പണിയും ഈ വാർക്കപ്പണിയും ആയിട്ട് നടന്ന് ഒരുപാട് ആ കാര്യത്തിൽ ഒരുപാട് വൈദഗ്ധ്യമുള്ള ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഇതിന് പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ അത്യാവശ്യം വേണ്ട ഇങ്ങനെയുള്ള വാർക്കപ്പണിയുടെ ഈ വൈദഗ്ധ്യം സിദ്ധിച്ചവരാണെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സാമ്പത്തിക മേലധികാരം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്ര ഞാൻ പറഞ്ഞില്ല, അതൊന്നും വളരെ വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ലിറ്റററി സർക്യൂട്ട് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ലിറ്ററേച്ചർ ഉണ്ടാകുന്നിടത്ത് കാലം ആൾ വായിക്കുകയും വളരുകയും ചെയ്യും. അതുകൊണ്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കി നിങ്ങൾ ഈ പറഞ്ഞ ടൂറിസവുമായിട്ട് അതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് പോയിട്ട് ആ തരത്തിൽ പിന്നെ അതിനെ പൊള്യൂട്ടഡ് ആക്കുന്നത് അതിനൊക്കെ ചെയ്യുന്നതൊക്കെ പറയുന്നതിനൊന്നും അർത്ഥമില്ല. അതിൽ നിങ്ങൾ പണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാലും അതിനുള്ള അല്ല സാഹിത്യം എന്ന് പറയുന്നത്. അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനമല്ല, അത് വേറെ കാര്യം. അത് പോട്ടെ, ഇടയ്ക്ക് കയറി വന്നു എന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഞ്ചായത്ത് ഫണ്ട് എടുത്താലും MP ഫണ്ട് എടുത്താലും MLA ഫണ്ട് എടുത്താലും സ്റ്റേറ്റിന് ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് വരികയും സ്റ്റേറ്റിൻ്റെ പൊതുധന സമ്പദ് വ്യവസ്ഥയെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആകാം എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പാടില്ല എന്നുള്ള നിബന്ധനയിൽ നിങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ല. അത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് എന്താണെന്നത്? മറുഭാഗത്ത് പ്രധാനമായിട്ടും മൈക്രോ ഫൈനാൻസിങ്, അതായത് ഈ സ്ത്രീ സ്വാശ്രയ സംഘങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മൈക്രോ ഫൈനാൻസിങ് ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിലാണ് അവിടെ ബംഗ്ലാദേശിലെ ഒരു കക്ഷിക്ക് ഒരു നോബൽ പ്രൈസൊക്കെ കൊടുത്ത് അവസാനം ആളെല്ലാം കൂടെ ആളെ കണ്ടാൽ ഓടി ഒളിക്കുന്ന ഒരവസ്ഥയായി തീർന്നു. അതായത് മൈക്രോ ഫൈനാൻസിങ് ആണ് രക്ഷ. അതാണ് പോവർട്ടി അലീവിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞത്. ഈ സംഭവം എന്നൊക്കെ പറയുന്നത്, ഈ CDS എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ഇതിനേക്കാളും വൾഗറായിട്ടാണ് ഇന്ത്യയിൽ പലയിടത്തും നടത്തുന്നത്. കേരളത്തിലാകുമ്പോൾ നമുക്ക് ചോദിക്കാം,
കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയല്ലേ വേണം. നമ്മൾ പണ്ട് മുതലേ സോഷ്യലിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു ജനറൽ എക്കോണമിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്റ്റേറ്റിൻ്റെ എക്കോണമിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്റ്റേറ്റിൻ്റെ ഉത്പാദനപരമായ വളർച്ചയെപ്പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഉത്കണ്ഠകളുണ്ട്. അങ്ങനെയൊന്നും ഉത്കണ്ഠകളൊന്നും ഇല്ലാത്തൊരു സംസ്ഥാനത്ത് ഇപ്പോൾ മോദി പറയുന്ന പോലെ കാശില്ലെങ്കിൽ ഞാൻ അങ്ങ് വിൽക്കുമെന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ടുപിടിച്ച് തോമസ് ഐസക്കാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. ഈ CDSൻ്റെയും ADSൻ്റെയും NHGCയുടെ ഒക്കെ വ്യത്യസ്ത രൂപങ്ങൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് ചിദംബരത്തിൻ്റെ കാലത്തങ്ങ് സംസ്ഥാന വ്യാപകമായിട്ട് വന്നു. അപ്പോൾ ഈ മൈക്രോ ഫൈനാൻസിങ് സിസ്റ്റം ഹൗ ഫാർ ഇറ്റ് വാസ് ബെനിഫിഷ്യൻ ടു അവർ എക്കോണമി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ മൈക്രോ ഫൈനാൻസ് സിസ്റ്റം കൊണ്ടുവന്നു, അത് ഇതിൻ്റെ ഒരു നട്ടെല്ലിതാണ്. ഇപ്പോൾ CDSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൈക്രോ ഫൈനാൻസ് സിസ്റ്റമാണ് അതിൻ്റെ നട്ടെല്ല്. പിന്നെ വേറെ പലതരം ചെറുതരം ഈ സ്ത്രീകളുടേതായിട്ടുള്ള തൊഴിലുകൾക്കും ഒരു തുണ കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. ആ തരത്തിൽ ഉള്ള ചെറുകിട വരുമാനം ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് കുടുംബം പുലർത്താൻ ചെറുകിട വരുമാനം ഉണ്ടാകുന്ന പല പദ്ധതികൾക്കും അവർ തുണ കൊടുത്തിരുന്നു. അതിന് ഗവൺമെൻറ്റിൽ നിന്ന് ധനസഹായം കൊടുക്കുകയും ലോൺ കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഈ CDSന് കിട്ടിയിട്ടുള്ള ഈ ധനസഹായത്തിൻ്റെ കണക്കെടുക്കുക. ഇപ്പോൾ മറ്റേ നമ്മൾ എക്സ്റ്റേണൽ ഫണ്ടിങ്ങിൻ്റെ കാര്യം നമ്മൾ പോട്ടെ, പുറത്തുനിന്ന് വന്ന് ഇപ്പോൾ USൻ്റെ അല്ലെങ്കിൽ USAIDയുടെ ഫണ്ടിങ് വന്നത് എത്ര എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ട. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടി CDSന് നമ്മൾ നിങ്ങൾ കുടുംബശ്രീ എന്ന് പറയുന്ന CDSന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫൈനാൻസിങ് അത് എത്രത്തോളം വരും? കുടുംബശ്രീ മിഷൻ എന്നൊക്കെയാണ് അതിന് പേരിട്ടിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് CDS എന്ന് അവർ കൺസീവ് ചെയ്ത ആ ഘടന തന്നെയാണ്. അപ്പോൾ അതിൽ എത്ര കോടികളുടെ ഫണ്ടിങ്ങാണ് ഓരോ വർഷവും ഈ പറഞ്ഞില്ലേ നമ്മൾ ഈ പറയുന്ന കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്ന CDS എന്ന് പറയുന്ന ഈ ഏർപ്പാടിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത്? അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്നാണ്, അതാണ് പ്രധാനം. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് നമ്മൾ പോവർട്ടി അലിവിയേറ്റ് ചെയ്യാൻ പറ്റുമോ 8 വർഷം കൊണ്ട്? ഇല്ലല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്നാണ്. ആ റിട്ടേൺസിനെ പറ്റി വരുമ്പോഴത്തേക്ക് അതിനകത്ത് വമ്പിച്ച തോതിലുള്ള അഴിമതികളുണ്ട് എന്നുള്ളതാണ് അവസാനം വരുന്ന പഠനങ്ങളിൽ വരുന്നത്. അതായത് അവിടെ നടക്കുന്ന വീതം വെപ്പും ആ വരുന്ന ഫണ്ട് പലർക്കായിട്ട് കൊടുക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുകയും ചെയ്യുന്നതിൽ പറഞ്ഞാൽ ആദ്യം ഇതിന് ദാരിദ്ര്യരേഖയ്ക്ക് മാത്രമുള്ളവരുടെ മാത്രമായൊരു സമിതിയായിട്ടാണ് അത് തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഈ ആൾക്കാരൊന്നും അതിനകത്ത് വരുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരെയും കൂട്ടിട്ടെ എന്ന് KSSP പറഞ്ഞു, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും കൂട്ടി എല്ലാവർക്കും കയറി ഇടകലർന്ന് അതിനകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് പല പ്രോജക്ട്സും വരുമ്പോഴത്തേക്ക് ആ പ്രോജക്ട്സിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്നത് ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പിടിവലി നടക്കുകയും അതിൻ്റേതായ അഴിമതി വലിയ തോതിലുണ്ടാകുകയും മൊത്തത്തിൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൽ മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇവർക്ക് നടത്തുന്ന ഫൈനാൻസിങ്ങിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും കിട്ടേണ്ടുന്ന ഒരു റിട്ടേൺസ് എന്ന് പറയുന്നത് ഒന്നിൽ ഈ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാനും കുടുംബങ്ങളില്ല. ഇതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക്, അവരുടെ അനുയായികൾക്ക്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, പൊതുവായിട്ട് പൊതുസമൂഹത്തിന്, പൊതുവായിട്ട് സ്ത്രീ സമൂഹത്തിനായാലും പുരുഷ സമൂഹത്തിനായാലും പൊതുവായിട്ട് കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബത്തിൻ്റെ ജീവിത നില മെച്ചപ്പെടുത്താൻ അതാണ് അതിൻ്റെ റിട്ടേൺസായിട്ട് നമ്മൾ അത് കണക്കാക്കി